എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങൾ ഈ വെച്ച് പിടിച്ച് നടക്കുന്നത് എങ്ങോട്ടാണെന്നറിയോ? ഉച്ചക്കത്തെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ അടുത്തൊരു ഉടുപ്പി റെസ്റ്റോറൻ്റ് ഉണ്ട്. അപ്പം അവിടെ പോയി ഉച്ചയ്ക്ക് ഒരു മീൽസ് അങ്ങ് കഴിക്കാമെന്ന് വിചാരിച്ചു, ഒരു സൗത്ത് ഇന്ത്യൻ മീൽസ്. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഈ നടന്നു പോകുന്നത്. വലിയ ദൂരമൊന്നുമില്ല, തൊട്ടടുത്താണ്. അപ്പം ഞങ്ങൾ വിചാരിച്ച് അവിടെ പോയി ഉണ്ടിട്ടങ്ങ് നമുക്ക് ഒരിടം വരെ പോകണം, അവിടേക്ക് പോകാമെന്ന്. അപ്പം ഞങ്ങൾ വാങ്ങിച്ചത് മീൽസാണ്, 2 പേരും വാങ്ങിച്ചത്. ഇത് ഒരു കർണാടക മീൽസാണ്. ചോറ്, പൂരി, പിന്നെന്താ സാമ്പാർ, രസം, തൈര്, പിന്നെ ഒരു തോരനുണ്ടാവും. പിന്നെ പൂരിക്കയുടെ കൂട്ടത്തിൽ കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു വെജിറ്റബിൾ കറി ഉണ്ടാകും. പിന്നെ എന്താണ് മറ്റേ ഫ്രൈംസ് പോലത്തെ സംഭവം ഉണ്ടാവും. പിന്നെ പായസം ഉണ്ടാവും. അപ്പം ഇതാ ഒരു 90 റുപ്പീസേ ഉള്ളൂ ഈ ഒരു മീൽസിന് ഉടുപ്പിയിൽ. അപ്പം ഇതാണ് അത്യാവശ്യം വയറ് നിറയാൻ വേണ്ടിയിട്ട് നല്ലപോലുള്ള ഒരു ഇതാണ്. അതിനകത്ത് നമ്മുടെ ഉഴുന്നില്ലേ, ഉഴുന്നും തേങ്ങ ഒക്കെ കൂടെ തിരുമ്മിയിട്ട് ഒരു സംഭവം കൂടെ ഉണ്ടായിരുന്നേ. അത് ഞാൻ ഇവിടുന്ന് ഈ ഉടുപ്പിയിൽ നിന്നൊക്കെ കഴിക്കുമ്പോൾ മെയിനായിട്ടും അങ്ങനെ ഒരു സംഭവം കാണാറുണ്ട്. ഒരു ഉഴുന്നും തേങ്ങായും ഒക്കെ കൂടെ ചേർത്ത് എന്തോ ഒരു സംഭവം. അപ്പം അത് പിന്നെ കുഴപ്പമില്ലാത്ത ഊണായിരുന്നു. ഭയങ്കര വലിയ ടേസ്റ്റ് അല്ല, ഒരു നോർമൽ, ഒരാൾക്ക് വയറ് നിറയാൻ ധാരാളമാണ് 90 രൂപയുടെ ആ ഒരു മീൽസ് എന്ന് പറയുന്നത്. അപ്പോൾ അതെല്ലാം കഴിച്ചു. അവിടുന്ന് നേരെ നമ്മളിപ്പം പോകുന്ന മെട്രോ സ്റ്റേഷനിലേക്കാണ്. നമ്മുടെ അടുത്തുള്ള മെട്രോ ബെന്നിഗാനഹള്ളി മെട്രോയാണ് നമ്മുടെ അടുത്തുള്ളത്. അപ്പം അവിടേക്ക് നമ്മൾ ഒരു ഓട്ടോ പിടിച്ച് പോയി. അവിടുന്ന് നമ്മൾ പോകുന്നത് നേരെ മജസ്റ്റിക്കിലേക്കാണ്. മജസ്റ്റിക്കിൽ നിന്ന് നമ്മൾ ചിക്പേട്ടിലേക്കാണ് പോകുന്നത്. ചിക്പേട്ട് ഒരു ഷോപ്പിംഗ് സ്ട്രീറ്റാണ്, കൊമേഴ്സ്യൽ സ്ട്രീറ്റൊക്കെ പോലെ ഒരു ധാരണയിലാണ് ഞാനിപ്പോൾ അങ്ങോട്ട് പോകുന്നത്. അപ്പം ഞാൻ സൺഡേ ആയതുകൊണ്ട് എന്താ പറയുന്നത്, അത്യാവശ്യം തിരക്കൊക്കെ പ്രതീക്ഷിച്ച് തന്നെയാണ് ഈ പോകുന്നത്. ഇന്ന് വഴിയിലൊക്കെ ഇങ്ങോട്ട് വരാൻ നേരം അത്യാവശ്യം ബ്ലോക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ മെട്രോയിൽ അധികം നമുക്ക് ബ്ലോക്ക്, നമ്മൾ ഓൺലൈൻ ബുക്ക് ചെയ്താണ്. നമ്മൾ മെട്രോയുടെ ആപ്പിൽ കൂടെ ടിക്കറ്റ് ബുക്ക് ചെയ്ത് പോകുന്നതുകൊണ്ട് നേരെ ചെന്നങ്ങ് കയറിയാൽ മതി. നമുക്ക് വലുതായിട്ട് ഒരു കാത്ത് നിൽക്കേണ്ട കാര്യമൊന്നുമില്ല, ടിക്കറ്റ് എടുക്കാൻ ക്യൂ നിൽക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പം അവിടെ നിന്ന് ഞങ്ങൾ നേരെ പ്ലാറ്റ്ഫോമിലെത്തി. നമ്മൾ മജസ്റ്റിക്കിലേക്ക് ഇറങ്ങി. മജസ്റ്റിക്കിൽ ചെന്നപ്പോഴത്തേന് നല്ല തിരക്കായിരുന്നു. അവിടുന്ന് നേരെ നമുക്ക് സിൽക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞ ഭാഗത്തേക്കാണ് പോകേണ്ടത്. ഇത് മജസ്റ്റിക്കിൽ നിന്ന് മെട്രോ കയറി തൊട്ടടുത്ത സ്റ്റോപ്പാണ് ഈ ചിക്പേട്ട് എന്ന് പറയുന്നത്. അവിടുന്ന് വലിയ ദൂരമില്ല, തൊട്ടടുത്ത സ്റ്റോപ്പ്. സിൽക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് പോകുന്ന മെട്രോ കയറണം. അത്യാവശ്യം നല്ല തിരക്കാണ് ഈ മജസ്റ്റിക്കിൽ. ബാക്കിയുള്ളിടത്തൊന്നും അത്രയും തിരക്കില്ല. മജസ്റ്റിക് എന്ന് പറയുമ്പോൾ എല്ലാത്തിൻ്റെയും ഒരു കണക്ഷൻ പോയിൻ്റ് അല്ലേ, ഇവിടെ നിന്നല്ല അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുന്നത്. അപ്പം അവിടെ നിന്ന് ഞങ്ങൾ നേരെ എവിടെ ഇറങ്ങി? ചിക്പേട്ടിലിറങ്ങി. ഒരു ഒറ്റ സ്റ്റോപ്പേ ഉള്ളൂ, കയറുക, അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങുക, അത്രേ ഉള്ളൂ. അവിടെ ചെന്ന് അങ്ങോട്ട് ഇറങ്ങിയപ്പോഴാണ് സംഗതി മനസ്സിലായത്. ആ നിൽക്കുന്ന നിങ്ങൾ മുമ്പേ കണ്ട ക്യൂ ഇവിടുന്ന് മെട്രോയിലേക്ക് ക്യൂ ആണ് ആ കണ്ടത്. ഞാനൊരു കൊമേഴ്സ്യൽ സ്ട്രീറ്റൊക്കെ പ്രതീക്ഷിച്ച് പോയി, പക്ഷേ എനിക്ക് അതിനകത്തേക്കൊന്ന് നേരെ ചൊവ്വേ കയറാൻ പോലും പറ്റിയില്ല. കാരണം അതുപോലെ തിരക്കായിരുന്നു. അതുപോലെ തിരക്കെന്ന് പറഞ്ഞാൽ ഇത് സൺഡേ മാർക്കറ്റിലേക്കാണെന്ന് തോന്നുന്നു ഞങ്ങൾ ചെന്ന് ഇറങ്ങിയത്. ഒരു പിടുത്തമില്ല. ഇവിടെ സൺഡേസിലൊരു മാർക്കറ്റുണ്ട്. ഇവിടെ കൂടുതലും ഹോൾസെയിലായിട്ട് മേടിക്കുകയാണോ എന്ന് എനിക്ക് ഡൗട്ടുണ്ട്. ഞങ്ങളൊന്നും വാങ്ങിച്ചില്ല, കാരണം അതുപോലെ തിരക്കായിരുന്നു. അവിടെ എനിക്ക് ആ ഒരു തിരക്ക് നിൽക്കാനൊരു പേടിയായിരുന്നു. കുറേ എന്തൊക്കെയോ ഉണ്ടായിരുന്നു. തുടക്കത്തിൽ തന്നെ ഇങ്ങനെ പാത്രങ്ങളുടെ ഐറ്റംസ്, പിന്നെ ഉള്ളിലേക്ക് ഉണ്ട് കുറേ, പക്ഷെ ഒന്നും കയറാൻ പറ്റിയില്ലെന്നുള്ളതാണ് സത്യം.
കയറാനുള്ള ധൈര്യം ഇല്ല. എന്താ? അതെനിക്ക് ഓർമ്മയില്ല. വരെ പോയിട്ട് നമ്മളിവിടെ ഇറങ്ങണം. എന്നിട്ട് ടുവേർഡ്സ് വൈറ്റില്ല മടവരേക്ക് പോകണം. ഇതുപോലൊരു ആണോ? എനിക്കറിയത്തില്ല. അല്ല, ഇനി എന്തായാലും ഇറങ്ങണം. താഴോട്ടല്ല, താഴെ കൂടെ അല്ലേ ഇത് പോകുന്നേ. എന്റെ ശ്രീരി, ഇതുപോലൊരു തിരക്ക് ഞാൻ എന്റെ ജീവിതത്തിൽ ഫേസ് ചെയ്തിട്ടില്ല. എങ്ങനെ ഉണ്ടായിരുന്നു? അതെ, ഞായറാഴ്ച തന്നെ വന്ന് തിക്കിലും തിരക്കിലും വിട്ട് പോകണം. ചിക്പേട്ടൊക്കെ വരാൻ ഉദ്ദേശിക്കുന്നവര് ഒരിക്കലും സൺഡേ വരല്ല, ഒരിക്കലും വരല്ല. ഒന്ന് കേറിയിട്ട് തിരിച്ചു പോവാന്ന് വിചാരിച്ചു. എന്തായാലും വന്നതല്ലേ, എന്തെങ്കിലും കാര്യമൊക്കെ നടക്കണ്ടേ. അപ്പോൾ ഭയങ്കര തിരക്കായിരുന്നു ആ ചിക്പേട്ടിൽ. ഞങ്ങൾ പിന്നെ അവിടെ നിന്നില്ല. ഞങ്ങൾ തിരിച്ച് മെട്രോയിനകത്ത് കയറാൻ നല്ല ക്യൂ ആയിരുന്നു അവിടുന്ന്, ചിക്പേട്ടിൽ നിന്ന്. അങ്ങനെ അവസാനം ഞങ്ങൾ വിചാരിച്ചു ലുലുവിൽ ജസ്റ്റ് ഒന്ന് കയറി ഇറങ്ങി പോകാമെന്ന്. ഞാനിപ്പോൾ വോയിസ് ഓവർ കൊടുക്കാൻ നേരത്ത് എന്ത് വാങ്ങിക്കാനാ പോയെന്ന്, മീൻ വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് പോയത്. അപ്പം ഇവിടെ കയറി മീൻ വാങ്ങിച്ചിട്ട് അങ്ങ് പോകാമെന്ന് വിചാരിച്ചു. ഇത് മട്ടൻ്റെ ടങ്ക്.
അപ്പോൾ നമ്മൾ ചിക്പേട്ടൊക്കെ പോയിട്ട് വന്നു. ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഒരു കാര്യം. ഞാനൊരു കൊമേഴ്സ്യൽ സ്ട്രീറ്റിൻ്റെ തിരക്കൊക്കെ പ്രതീക്ഷിച്ചുള്ളൂ. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ ഒരു ഹോളിഡേ തന്നെയാണ് കൊമേഴ്സ്യൽ സ്ട്രീറ്റ് പോയത്. പക്ഷേ തിരക്കുണ്ടായിരുന്നു. പക്ഷേ ഇതുപോലെ ഭയങ്കരമായ ഒരു തിരക്ക് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. സൺഡേ മാർക്കറ്റിലേക്കാണെന്ന് തോന്നുന്നു ഞങ്ങൾ ചെന്ന് ഇറങ്ങിയത്. ആക്ച്വലി ഞങ്ങൾക്ക് ആദ്യമായിട്ടാണ് ഞങ്ങൾ ആ ഒരു സ്ഥലത്തേക്ക് പോകുന്നത്. അപ്പം അതിൻ്റെ വേറെ എൻട്രൻസ് ഉണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അറിയത്തില്ല. ഒരു സൺഡേ മാർക്കറ്റ് ഉണ്ടെന്ന് ഞങ്ങൾക്ക് അറിയാമായിരുന്നു. ചിക്പേട്ടിൽ സൺഡേസിൽ അത് വെളുപ്പാങ്കാലത്തെങ്ങാണ്ട് തുടങ്ങും, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ അറിയാം. പക്ഷേ ഞാനൊരു കൊമേഴ്സ്യൽ സ്ട്രീറ്റ് പോലെയാണ് പ്രതീക്ഷിച്ചത്. പക്ഷെ തിരക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ട് ഇങ്ങനെ കടൽ പോലെ അങ്ങ് മനുഷ്യരുടെ തല മാത്രമേ കാണുന്നുള്ളൂ, വഴിയേ കാണുന്നില്ല. അവിടെ ചെന്ന് അങ്ങോട്ട് നോക്കുമ്പോഴത്തേനും വഴിയെന്ന് പറയുന്ന കാണുന്നില്ല. മെട്രോയിലേക്ക് കയറാൻ നിൽക്കുന്ന ആൾക്കാരുടെ ക്യൂ കണ്ടിട്ട് എനിക്ക് തലയിറങ്ങി. എനിക്ക് ഇത്രയും തിരക്ക് എനിക്ക് ഒട്ടും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. ഇത്രയൊക്കെ തിരക്ക് ഇല്ല, ഞാൻ പോകത്തില്ല. ഞാൻ തന്നെയാണ് പറഞ്ഞത്. ശ്രീഹരിക്ക് പിന്നെ ആഗ്രഹം ഉണ്ടായിരുന്നു കുറച്ചുകൂടെയൊക്കെ അങ്ങോട്ടൊന്ന് ഉന്തിത്തള്ളി നടന്ന് പോയി കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. പക്ഷേ ഞാൻ സമ്മതിച്ചില്ല. കാരണം എനിക്ക് പിന്നെ പേടിയാവുമെന്ന്. ഇത് ഒന്നാമത് എന്തെങ്കിലുമൊക്കെ നമ്മുടെ ഇത്രയും തിരക്കിനിടയിൽ നമ്മുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ അടിച്ചുകൊണ്ട്, ഇപ്പം ഫോൺ തന്നെയാണെങ്കിലും ഇവിടെയൊക്കെ പല ഇത് കേൾക്കുന്നുണ്ട്. നമ്മൾ ചുമ്മാ റോഡിൽ ഫോൺ നോക്കിക്കൊണ്ടിരിക്കുന്നവരുടെ വരെ അടിച്ചുകൊണ്ട് ബൈക്കിൽ വന്ന് അടിച്ചുകൊണ്ട് പോയി ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പം ഇതുപോലെ നമ്മൾ അതൊക്കെ അങ്ങനെയൊക്കെ പോയി ഉള്ളിലേക്കൊക്കെ പോയി തിരക്കിനിടയിലൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നും അറിയത്തുപോലും ഇല്ല. അപ്പം അങ്ങനത്തെ പല പേടികളും ഞാൻ അങ്ങോട്ട് നടക്കുന്ന വഴി എൻ്റെ ഇത് വന്ന് ഞങ്ങൾ തിരിച്ച് ക്യൂ നിന്ന് മെട്രോയിലേക്ക് പോന്നു. എനിക്ക് തോന്നുന്നു വീക്ക് ഡേയ്സിൽ ഇനി ഒരു ദിവസം പോയി നോക്കണം. ഇനി ശ്രീഹരിക്കിനി വീക്ക് ഡേ ഒന്നും ലീവൊന്നും ഇപ്പം അങ്ങനെ കിട്ടത്തൊന്നുമില്ല. ഇനി ഇവിടെ മാത്രം ലീവുള്ള ദിവസമൊക്കെ ആണെങ്കിൽ എന്ന് പറഞ്ഞാലും അപ്പോഴും അവിടെ തിരക്കായിരിക്കും. എന്നാലും സൺഡേസിലും വല്ല കാര്യങ്ങൾ അവിടെ എനിക്കൊന്ന് ഹോൾസെയിലായിട്ട് വാങ്ങിച്ചുകൊണ്ട് പോവുകയാണോ, ഇങ്ങനെ കടകളൊക്കെ നടത്തുന്നവർ, അതൊന്നും എനിക്ക് അങ്ങനെയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അതായിരിക്കും. കാരണം ഞങ്ങളുടെ തിരിച്ച് കയറാൻ നിൽക്കുന്നവർ വലിയ വലിയ ബണ്ടിലുകൾ ഒത്തിരി സാധനങ്ങളുമായിട്ടാണ് കയറുന്നത്. കാരണം ഒരു ഹോൾസെയിൽ ഷോപ്പിംഗ് നടത്തിയാ കയറുന്നതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഒത്തിരി സാധനങ്ങളുമായിട്ടാണ് ആൾക്കാർ തിരിച്ച് കയറി പോകുന്നത്. ഞാൻ ഇതിൻ്റെ കുറേ റീലൊക്കെ കണ്ടായിരുന്നു. നമ്മുടെ ഈ കമ്മൽ, വളമാല, അതൊക്കെ കുറേ സംഗതികൾ ഇവിടെ കിട്ടും. നമ്മൾ ഇങ്ങനെയുള്ള കമ്മലുകളും കാര്യങ്ങളും അതൊക്കെ ഇവിടുന്നൊക്കെയാണ്. ഇങ്ങനെയുള്ള ജ്വല്ലറി ഐറ്റംസ് ചെറിയ ഇങ്ങനെ എനിക്കൊന്ന് ഇൻസ്റ്റാഗ്രാം സ്റ്റോർ നടത്തുന്നവർ വരെ ഇവിടെ നിന്നായിരിക്കും വാങ്ങിച്ചുകൊണ്ട് പോകുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഹോൾസെയിലായിട്ട് കിട്ടുന്ന ഇഷ്ടം പോലെ കടകളൊക്കെ ആ ഭാഗത്തൊക്കെ ഉണ്ട്. അങ്ങനെ കുറേ ഉണ്ട്. പക്ഷേ അതിനകത്ത് കയറിപ്പറ്റുക എന്ന് പറയുന്നത് സൺഡേ ഒരിക്കലും ചൂസ് ചെയ്യില്ല. വീക്ക് ഡേയ്സിൽ എനിക്ക് തോന്നുന്നു പിന്നെ നമുക്ക് പോയി കണ്ട് നോക്കിയൊക്കെ വാങ്ങിക്കാം എന്ന് എനിക്ക് തോന്നുന്നു. വീക്ക് ഡേയ്സിൽ തിരക്ക് കുറവായിരിക്കുമല്ലോ. പിന്നെ ഞാൻ എപ്പോഴും ബാംഗ്ലൂരിൽ എപ്പോഴും കൊമേഴ്സ്യൽ സ്ട്രീറ്റ് അല്ലേ മിക്കവാറും എല്ലാവർക്കും. ഞാനും ബാംഗ്ലൂർ ഇവിടെ വന്നു കഴിഞ്ഞിട്ടാണ് ഈ ചിക്പേട്ട് എന്ന് പറയുന്ന ഒരു സ്ട്രീറ്റ് ഷോപ്പിംഗ് അങ്ങനൊരു ഭാഗത്തെ പറ്റി കേൾക്കുന്നത്. അതുവരെ നമുക്ക് ബാംഗ്ലൂരിന് പുറത്ത് ഞാനൊക്കെ കൊമേഴ്സ്യൽ സ്ട്രീറ്റ് മാത്രമേ കേട്ടിട്ടുള്ളൂ. ഇങ്ങനൊരു സ്ഥലം ഇവിടെ വന്നതിന് ശേഷമാണ് കേൾക്കുന്നത്. അപ്പോൾ തൊട്ടൊന്ന് പോയി നോക്കണം എന്തുവാ സംഭവം എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ച് ഇപ്രാവശ്യമാണ്. ഇപ്പം മെട്രോ അടുത്ത് വന്നപ്പോഴത്തേനുമാണ് ഞങ്ങൾ കൂടുതലും 2 മെട്രോ കയറണം ഇവിടെ നിന്നാണേലും. ആദ്യം സിൽക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് ആ ഭാഗത്തേക്ക് പോകുന്നൊരു മെട്രോ കയറി അവിടുന്ന് അടുത്ത മെട്രോ തൊട്ടടുത്ത സ്റ്റോപ്പാണ്. മെട്രോയിൽ കയറി അടുത്ത സ്റ്റോപ്പ് എന്ന് പറയുന്നത് ഇതാണ്. എന്തായാലും ഞാൻ ശരിക്കും ഞങ്ങൾ ഒട്ടും തിരക്കുണ്ടാകും എന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷേ ഇതുപോലൊരു തിരക്ക് ഞാൻ ജീവിതത്തിൽ ഞാൻ പ്രതീക്ഷിച്ചേ ഇല്ല. ഇത് ഒരു ഭയങ്കര തിരക്കായിപ്പോയി. പിന്നെ ഇനി വേറെ എൻട്രൻസ് ഉണ്ടോയെന്നൊന്നും അറിയത്തില്ല. നമ്മൾ മെട്രോയിൽ വന്ന് ഇറങ്ങുന്ന ആ ഒരു ഭാഗം എന്ന് പറയുന്നത് അങ്ങനെ ഇരുന്നു. ഇനി എന്തെങ്കിലും വീക്ക് ഡേയിൽ എന്തെങ്കിലും ലീവ് കിട്ടുമ്പം, അപ്പോൾ ഈ സൺഡേസിലല്ലേ കാണത്തുള്ളൂ ഈ സൺഡേ മാർക്കറ്റൊക്കെ. അപ്പം അങ്ങനെ ലീവ് കിട്ടുമ്പം
ഞങ്ങൾ ചിക്കായിട്ടൊന്ന് പ്ലാൻ ചെയ്യുന്നുണ്ട്, എന്തുവാണെന്ന് അറിയണമല്ലോ. ഒത്തിരി പേര് വന്ന് ഷോപ്പ് ചെയ്തുകൊണ്ട് പോകുന്നുണ്ട്. കൊമേഴ്സ്യൽ സ്ട്രീറ്റിനെക്കാട്ടിലും ഇരട്ടിയുടെ ഇരട്ടി ഒരു തിരക്കും ഒരു സംഭവമായിരുന്നു. മിക്കവാറും കടകളായിരിക്കും, ഈ ഡ്രസ്സിൻ്റെ ഹോൾസെയിൽ ഷോപ്പുകളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും കൂടുതലും എന്ന് എനിക്ക് തോന്നുന്നു. എന്താണെന്ന് പോയി കാണണമെന്ന് ആഗ്രഹമുണ്ട് തിരക്ക് കുറഞ്ഞ ദിവസം. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് എന്തായാലും ഒന്നും നടന്നില്ല. കാരണം അത് അങ്ങോട്ട് കയറി തിരക്ക് അത്രയും കൂടിയപ്പോഴത്തേനും ഞാൻ തിരിച്ചിങ്ങി പോന്നു. ഞാൻ ദൂരെ മാറി നിന്നിട്ടാണ് ഞാൻ വീഡിയോ വരുന്നത്. ഞാൻ സൂം ചെയ്താണ് വീഡിയോ എടുത്തിരിക്കുന്നത്. ആ തിരക്കിൻ്റെ ഒരു വീഡിയോ ഒക്കെ ഞാൻ കാണിച്ചിരിക്കുന്നത് സൂം ചെയ്തെടുത്താൽ. കാരണം എനിക്ക് അതിനിടയിൽ പോയി ഈ വീഡിയോ എടുക്കാൻ എനിക്ക് തോന്നിയില്ല. പിന്നെ അവിടുന്ന് ഞങ്ങൾ നേരെ ലുലുവിൽ VR ഞാൻ നേരത്തെ അതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്, അവിടെ ചെന്നു. അവിടുന്ന് മീൻ മേടിക്കാമെന്ന് വിചാരിച്ച് ചെന്നതാണ്. പക്ഷേ ഇതെടുത്തു തരുന്ന ഒറ്റ ആൾക്കാർ ഞങ്ങളോട് വരാമെന്ന് പറഞ്ഞ് നിൽക്കുന്നതല്ലാതെ വരുന്നില്ല. അവിടെയും ഞായറാഴ്ച ആയതുകൊണ്ട് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അവിടെ കയറി വേറെ ഞാൻ മറ്റേതെല്ലാം ഒരുമാതിരി എല്ലാം വാങ്ങിച്ചായിരുന്നു, ശനിയാഴ്ച തന്നെ വാങ്ങിച്ചായിരുന്നു. അപ്പോൾ മീൻ മേടിക്കാൻ കയറിയതാണ്. പക്ഷെ ഒറ്റ ഒരാൾ നമ്മൾ അറ്റൻഡ് ചെയ്യുന്നില്ല. പിന്നെ ഞങ്ങൾ അവിടെ എല്ലാം നോക്കി, അപ്പുറത്ത് മട്ടൻ്റെ ലിവറും കാര്യങ്ങളൊക്കെ വെച്ചിരിക്കുന്നു, ബ്രെയിനും ലിവർ. അതൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ലിവർ, ബ്രെയിനും നാക്കും എല്ലാം വെച്ചിട്ടുണ്ട്. അപ്പം അതെല്ലാം ചുമ്മാ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തിട്ട് അവിടുന്ന് എന്താ പറയുന്നത് ആപ്പിളും പിന്നെന്താ പൈനാപ്പിൾ അതൊക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങളിനി വന്നു. അതല്ലാതെ പിന്നെ അവിടുത്തെ ആ ഫ്ലീ മാർക്കറ്റിൽ ഞാൻ ഓൾറെഡി ഞാനിപ്പോൾ സംസാരിക്കുന്ന വീഡിയോ കണ്ടിട്ടുണ്ടാവും. ഫ്ലീ മാർക്കറ്റിൽ കഴിഞ്ഞ പ്രാവശ്യം വന്നതിനേക്കാട്ടിലും കുറച്ചുകൂടെ ഒരു ചെടിയുടെയൊക്കെ ഷോപ്പ് ഉണ്ടായിരുന്നു. പക്ഷേ ഞാനൊന്നും വാങ്ങിച്ചില്ല. ജസ്റ്റ് പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടുന്ന് ചായ കുടിക്കാമെന്ന് വിചാരിച്ചപ്പം അതിലും വലിയ ചായക്കാരൻ നിന്ന് തിരിയാൻ സമയമില്ല. ചായ എങ്ങനെ ഓരോരുത്തർക്ക് അവിടെ ആ ഒരു ചായക്കടയിൽ ഭയങ്കര തിരക്കാണ്. ഞങ്ങൾ കഴിഞ്ഞ തവണ ചായ കുടിച്ചു, അങ്ങനെ ഞങ്ങൾ ചായയും കുടിച്ചില്ല. ഞങ്ങൾക്ക് 2 പേർക്കും ദേഷ്യം വന്നു. അന്നത്തെ ദിവസം ഫുൾ ചെന്ന് കയറുന്ന മൊത്തം ഫ്ലോപ്പായിരുന്നു. അങ്ങനെ ചിക്പേട്ടും നേരെ ചൊവ്വേ നടന്നില്ല, നമ്മുടെ ഇതും നേരെ ചൊവ്വേ നടന്നില്ല. ലുലുവിൽ നമ്മൾ പോയിട്ട് മീനൊന്നും കിട്ടി. മീൻ ഇഷ്ടംപോലെ ഇരിപ്പുണ്ട്, പക്ഷെ എടുത്തു തരാൻ ആരും വന്നില്ല. അത് കഴിഞ്ഞിട്ട് ചായക്കാരൻ ഒടുക്കത്തെ തിരക്കും ചാടിയും. അതും കഴിഞ്ഞിട്ട് ഞങ്ങളിവിടെ വന്ന് ചായയൊക്കെ ഇട്ട് കുടിച്ചു. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ ഓട്ടോയിൽ ഞങ്ങളുടെ ഇവിടെ ഒരു മീൻ കടയുണ്ട്, അവിടെ വന്നപ്പോൾ അയില ഉണ്ടായിരുന്നു. അപ്പോൾ അയിലയും വാങ്ങിച്ചിട്ട് ഇവിടെ വന്ന് ചായയൊക്കെ കുടിച്ചിട്ട് പിന്നെ ഞാൻ ഇന്നലത്തെ ബട്ടർ ചിക്കനും ഒക്കെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ചപ്പാത്തിയുടെ മാവും കുറച്ച് ഇരിപ്പുണ്ടായിരുന്നു, അതൊക്കെ വെച്ച് അതും എല്ലാം കഴിച്ച് ഇന്നത്തെ ദിവസം അങ്ങനെ അങ്ങ് തീർന്നു. എന്തായാലും നല്ല രസമായിരുന്നു. മൊത്തത്തിൽ എന്താ പറയുന്നത് ഫ്ലോപ്പായിപ്പോയൊരു ദിവസമായിരുന്നു. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ചിക്പേട്ടിൻ്റെ വീഡിയോ എന്തായാലും ഞങ്ങൾ ഒരു ദിവസം ഏതെങ്കിലും ഇവിടുത്തെ വല്ല അവധികളൊക്കെ വരുമല്ലോ, അപ്പോൾ അപ്പോഴും ശനി ഞായറും ഉള്ള പോലെയുള്ള തിരക്ക് കാണത്തില്ലെങ്കിൽ അങ്ങനത്തെ വീക്ക് ഡേയ്സിൽ എന്തെങ്കിലുമൊക്കെ വല്ലോ അവധിയും വരുമ്പോൾ അങ്ങനെ ഒരു ദിവസം പ്ലാൻ ചെയ്ത് പോയി വീഡിയോ എടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. എനിക്ക് ഇത്രയും തിരക്ക് എന്താണ് അതിനകത്തൊന്നും കണ്ടാൽ കൊള്ളാമെന്നുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി വീണ്ടും അടുത്തൊരു വീഡിയോ ഇട്ട് വരുന്നിടം വരെ താങ്ക് യു സോ മച്ച്.